രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവ്. വിനിമയ നിരക്കിൽ കുതിച്ചു കയറി ബഹ്റൈൻ ദിനാർ. ഒരു ദിനാറിന് നിലവിൽ ലഭിക്കുക 233 ഇന്ത്യൻ രൂപയോളം. ബഹ്റൈനിൽ വരാനിരിക്കുന്നത് വേനൽക്കാലത്തെ ഏറ്റവും ചൂടുള്ള ദിവസങ്ങൾ. 50 ഡിഗ്രി വരെ ചൂടും 90% മുകളിൽ ഹ്യൂമിഡിറ്റിയും അനുഭവപ്പെട്ടേക്കാം. ഗസക്ക് ഐക്യദാർഢ്യവുമായി ബഹ്റൈനി ഫലസ്തീൻ കലാകാരന്മാർ. ഗസയിലെ ഫലസ്തീൻ ജനതയുടെ പ്രയാസങ്ങൾ വിഷയമാക്കി ഫലസ്തീൻ എംബസിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചാണ് കലാകാരന്മാർ ഐക്യദാർഢ്യം അറിയിച്ചത്. ബഹ്റൈനിൽ നിയമലംഘനത്തെ തുടർന്ന് പിടിയിലായ 106 പ്രവാസികളെ നാടുകടത്തി LMRA. ഈ വർഷം ആകെ 10,188 പേരെയാണ് നാടുകടത്തിയത്. മനുഷ്യക്കടത്തിരകളെ സഹായിക്കുന്നതിനായി ബഹ്റൈനിൽ പ്രത്യേക ഓഫീസ് സ്ഥാപിച്ചു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റിന് കീഴിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ഈ പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ വിമാനത്താവളങ്ങളെ ദുരിതങ്ങൾ നേരിടാൻ സജ്ജമാക്കുന്നതിനുള്ള ഗെറ്റ് എയർപോർട്ട്സ് റെഡി ഫോർ ഡിസാസ്റ്റർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ബഹ്റൈനിൽ തുടക്കമായി. പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്.